ഹായ് ഓൾ, വെൽക്കം ടു എ ഫൈൻ ജേണി. അപ്പോൾ നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതെ, നമ്മൾ ഇന്ന് സെഞ്ച്വറി ഓഫ് ട്രൂത്ത് എന്ന് പറഞ്ഞിട്ടൊരു ടെമ്പിൾ കാണാൻ പോവുകയാണ്. ഇത് ഭയങ്കര പഴക്കമുള്ളൊരു ടെമ്പിളാണ്. പ്ലസ് അതിപ്പോഴും വർക്ക് നടന്നുകൊണ്ടിരിക്കണം. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ നമുക്കിത് വീഡിയോയിലൂടെ കാണാം. അങ്ങനെ നമ്മുടെ ഡ്രൈവ് ചേട്ടൻ ടിക്കറ്റൊക്കെ എടുത്തു വന്നു. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് വന്നിട്ടൊരു കടലിൻ്റെ ഒരു സൈഡിലായിട്ടാണ് ഈ ടെമ്പിൾ നിൽക്കുന്നത്. അപ്പോൾ കുറച്ച് ഉള്ളിലേക്ക് നടക്കാണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഗൈഡ് അവൈലബിൾ ആണ്. അത് ഗൈഡ്സ് വന്നിട്ട് 5-6 ലാംഗ്വേജസുള്ള ഗൈഡുകളുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ ചെല്ലണ സമയത്ത് ഓൾറെഡി ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളൊരു ഇംഗ്ലീഷ് ഗൈഡ് ടൂർ ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് നടന്ന് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ഗൈഡ് ടൂറിന് കിട്ടും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ നമ്മളെ പോലെ ഗൂഗിളിലൊക്കെ ആശ്രയിച്ച് എന്തൊക്കെയാണെന്നുള്ള പഠിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് പോയി നോക്കാം ആ സെയിം ഗ്യാങ്ങിൽ കയറാൻ പറ്റുമോ എന്നുള്ളത്. പിന്നെ നമ്മൾ കുറച്ച് താഴത്തേക്ക് ഇങ്ങനെ പോകണം കേട്ടോ. സൈഡിലൊക്കെ നല്ല മനോഹരമായ കാഴ്ചകളും ചെടികളും ഒരു കുഞ്ഞ കാട് പോലെ. അതിനുള്ള കുറച്ച് താഴത്തേക്ക് പോവാണ്. അപ്പോൾ ഇംഗ്ലീഷ് ഗൈഡ് അവിടെ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ കൂടെയുള്ള ആൾക്കാർ കുറേ പേര് ഇന്ത്യയിൽ നിന്നുള്ള തന്നെയാണ്. അപ്പോൾ ഇത് നമ്മളവിടെ ചെന്നിട്ട് ആ ഗൈഡിൻ്റെ കൂടെ നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ടാവും ഇതിൻ്റെ ഉള്ളിലേക്കുള്ളത്. നമുക്കിവിടെ നിന്ന് ഇവരൊരു തൊപ്പി തരും. ഈ തൊപ്പി മസ്റ്റായിട്ട് വെക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ടെമ്പിളാണെന്ന് പറഞ്ഞില്ല നേരത്തെ. അപ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ മുകളിൽ നിന്ന് വീഴോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ നമുക്ക് അപകടം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഈ വർക്കേഴ്സ് വെക്കുന്ന പോലത്തെ ഒരു തൊപ്പി തരും. അപ്പോൾ നമ്മളിത് തിരിച്ചിവിടെ എത്തണ വരെ ഊരാൻ പാടില്ല എന്നാണ് നിയമം. നമുക്ക് ഉള്ളിൽ പോയി നോക്കാം എങ്ങനെയാണ് ബാക്കി കാര്യങ്ങളെന്നൊക്കെ. അതിവിടെ ഗൈഡ് ഇവിടെ ഉണ്ട്. ദയാ കാണുന്നതാട്ടോ സംഭവം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഇപ്പോൾ എത്ര അടുത്ത് കാണാനുണ്ട്. അപ്പോൾ കുറച്ച് ദൂരം വേണ്ടി നടക്കാനുണ്ടാവുള്ളൂ എന്ന് വിചാരിക്കാം. അതിന് ഗൈഡ് എന്തൊക്കെ പറഞ്ഞത് നമുക്ക് നോക്കാം പതുക്കെ. ഈ ഗൈഡ് ടൂർ കഴിയുന്ന വരെ ആളുടെ കൂടെ തന്നെ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ തിരിച്ച് അപ്പം തന്നെ വരണ്ട. നമുക്ക് വൈകിട്ട് 6 മണി വരെ സമയമുണ്ട്. അപ്പോൾ ആദ്യം ഈ ഗൈഡ് ടൂറിങ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ വീണ്ടും ചുറ്റി കാണുകയും ഫോട്ടോ എടുക്കാൻ വീഡിയോ എടുക്കാൻ എന്നൊക്കെയാണ് പറയുന്നത്. നമ്മുടെ കൂടെ വന്ന 2 പേര് ആദ്യം ഇറങ്ങിപ്പോയി. അപ്പോൾ ഗൈഡ് കുറച്ച് ചൂടായിട്ടാണ് ഇരിക്കുന്നത്. ഒരുമിച്ച് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട്. ഇതൊക്കെ ഇവിടുത്തെ ഒരു പ്ലസ് പോയിന്റ് ആട്ടോ. കാരണം ആ ഗൈഡിനെ നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരണം. നമ്മുടെ കൂടെയുള്ള എല്ലാവർക്കും എല്ലാം മനസ്സിലാവണം.
എന്നുള്ള ഒരു ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ് കൂടുതലും. നമ്മളുടെയൊക്കെ വല്ലവരും വന്ന് കേട്ട് വന്ന് ഞാനിങ്ങൾ എന്തെങ്കിലും കാണിക്കുക ഞാനിങ്ങനെ പറഞ്ഞു പോകാന്നുള്ള സ്കീമൊന്നല്ല. പക്ഷെ അതൊക്കെ ഭയങ്കര ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നി. ഇതുവരെ പണിശാലയാണ്. അതിനുള്ളിലേക്കുള്ള ഈ സ്റ്റാച്യൂസൊക്കെ ഇവിടെ ഒന്നാണ് ഉണ്ടാക്കുക. ഇവിടെ നിന്ന് ഉണ്ടാക്കിയിട്ടാണ് അവിടെ കൊണ്ട് ഫിറ്റ് ചെയ്യണം. അതിൻ്റെ ഉള്ളിലും വർക്ക് നടക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഇതൊക്കെ കണ്ട് നമുക്ക് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ ഫുൾ പെർമിഷൻ കിട്ടും. ചില സ്ഥലങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ ചിലത് അവർ എടുക്കാൻ സമ്മതിക്കില്ല, അങ്ങനെയൊക്കെ. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമില്ല, നമുക്കെല്ലാം കവർ ചെയ്യാം. ഈ കാണുന്നത് ഈ സെയിം ടെമ്പിളിൽ ചെറിയൊരു മിനിയേച്ചർ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ പോലെയാണ് അവിടെ വലുത് അപ്പുറത്തുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ട് നമുക്കൊരു 10 മിനിറ്റ് അവിടെ ഫോട്ടോ എടുക്കാനും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ഫ്രീ പെർമിഷൻ തന്നിരിക്കുകയാണ്. 10 മിനിറ്റ് കഴിഞ്ഞാൽ തിരിച്ചു വന്നിട്ട് ബാക്കി ഗൈഡിൻ്റെ കൂടെ ഉണ്ടാവണം എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കാണാൻ എന്താ രസം നോക്കിയേ, നല്ല ക്ലാസ്സസ് ആണല്ലോ. ഇതിൻ്റെ വർക്ക് 1981 സ്റ്റാർട്ടായിരിക്കുന്നത്. ഓൾമോസ്റ്റ് 43 വർഷമല്ലേ, 43 വർഷമായി. 2025 ഇത് തീരുമെന്ന് പറയപ്പെടുന്നു. പക്ഷെ തീരുമെന്നുള്ള കാര്യം ഒന്നും ഉറപ്പൊന്നുമില്ല. നമുക്ക് ഇതിൻ്റെ ബാക്കി ഭംഗികൾ കണ്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ പോവാം. ഇതിൽ വേറൊരു സംഭവം ഉണ്ട് കേട്ടോ. എന്താണെന്ന് അറിയാം, ഈ സാധനം ഫുള്ളായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള മരം കൊണ്ട് മാത്രമാണ്. ഇതിൻ്റെ ഉള്ളിൽ വേറെ സിമെൻറ്റോ കല്ലോ കമ്പിയോ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ഫുള്ള് മരം കൊത്തിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ടെമ്പിളാണിത്. എല്ലാം വുഡ് വർക്കാണ് ഇതിൻ്റെ ഉള്ളിൽ. ഈ അമ്പലത്തിന് 4 സൈഡിലേക്ക് കവാടങ്ങളുണ്ട്. നമ്മൾ വടക്കുന്നാഥൻ ടെമ്പിൾ തൃശ്ശൂർ പറയില്ല 4 കവാടങ്ങൾ, അതേപോലെ ഈ അമ്പലത്തിന് 4 സൈഡിലേക്കുണ്ട്. ഈ 4 സൈഡിലേക്കുള്ള കവാടങ്ങളും ഓരോ കൾച്ചർ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ അതിൽ ഒരു കവാടം നമ്മൾ ഇന്ത്യക്കാർക്ക് സ്വന്തമാക്കാം. കാരണം ഇവിടെ ഫുള്ള് നമ്മുടെ ഹിന്ദു ദേവന്മാരും ദേവിമാരുടെയും അങ്ങനത്തെ സാധനങ്ങളാണ് ഈ സൈഡ് ഫുള്ള്. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് പോയി നോക്കാം. എന്തായാലും ഇത്രയും പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് തോന്നുന്നത്. ഉള്ളിൽ അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കി നോക്കാം. പുറത്തൊക്കെ നല്ല ക്ലാസ് വർക്കൗട്ടോ, നോക്കിയാൽ എന്തൊരു രസമാണെന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. The 7th book of life. Yes, for the first part of our journey, it's about step 1. And Molly, could you get inside an offer, please? I'll go later. ഇതിൻ്റെ ഈ സൈഡ് വാളുമൊക്കെ കാണും. കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് പ്രതിമകൾ അങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട്. എല്ലാം വുഡ് കൊണ്ട് ചെയ്തിട്ടുള്ളതെന്നാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി.
കാണുന്നില്ല എന്ത് രസമാണ്. എല്ലാം അത്രയും നല്ല ഫിനിഷിങ് വർക്കിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നമ്മൾ വെറുതെയൊക്കെ എന്തെങ്കിലുമൊക്കെ കുത്തി വെച്ച് നോക്കും പോലെ ഒന്നല്ല. നമ്മളതിൻ്റെ അടുത്ത് പോയിട്ട് ഇത് കാണുമ്പോൾ നല്ല അത്രയും പെർഫെക്ഷനോട് കൂടിയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഇത്രയും ഒരു ആർട്ട് വർക്ക് ഞാൻ പിന്നെ കണ്ടിട്ടുള്ളത് ഹംപിയിലാണ്. ഹംപിയിൽ പോയിട്ടുള്ളവർക്ക് അറിയാം. കാരണം അവിടുത്തെ ടെമ്പിളിൻ്റെ ഉള്ളിൽ കാണുന്ന ഓരോ പ്രതിമകളും ഒരെണ്ണം വേറൊരെണ്ണമായിട്ട് മാച്ച് ആവാത്ത പോലെ അത്രയധികം വർക്കുകൾ ഉണ്ടാവും. പക്ഷെ അവിടെ അതൊക്കെ എന്താ തേയ്മാനം വന്നു, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കുറേ ഉണ്ട്. കുറേ പുട്ടിയുണ്ട്, കുറേ യുദ്ധത്തിൽ നശിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ എല്ലാം ഇപ്പോഴും ആ വുഡിൻ്റെ ഫിനിഷ് ആയതുകൊണ്ട് അത് അങ്ങനെ ഭംഗിയിലിരിക്കുന്നുണ്ട്. അതൊക്കെ പ്രതിമയൊക്കെ ഉണ്ട്. എന്ത് രസം നോക്കി. ഇതിൻ്റെ റൂഫൊക്കെ കണ്ടു. റൂഫിൽ വരെ ഈ മരത്തിൽ കൊത്തി ഉണ്ടാക്കിയിരിക്കുകയാണ്. അത്രയും ക്ലാസ് വർക്കാണ്. ഇതിന് സത്യം പറയണമെങ്കിൽ ഈ 2 മണിക്കൂർ 3 മണിക്കൂറൊന്നും പോരാട്ടം കണ്ടു തീർക്കാം. പക്ഷെ നമ്മുടെ ടൂറിൻ്റെ പാക്കേജിൽ നമുക്ക് കിട്ടുന്ന സമയത്തിനാണ് ഓടി നടന്ന് കാണാമെന്നല്ലാണ്ട് വേറെ രക്ഷയൊന്നുമില്ല. മുകളിലൊക്കെ കാണുമ്പോണ്ടല്ലോ കൊതിയാവണു. അത്ര രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത് വർക്ക്. ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോഴും വർക്ക് കിടക്കുന്നുണ്ട്. അങ്ങനെ ചില തൂണുകളൊക്കെ നമുക്ക് കാണാം. കുറച്ച് പണിയൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ. ബാക്കി വർക്കിന് വേണ്ടിയിട്ട് പെൻഡിങ് ഇപ്പോഴും കിടക്കുകയാണ്. ഓരോ സ്ഥലത്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കൊട്ടലും മുട്ടലും സൗണ്ടുകളൊക്കെ കേൾക്കുന്നുണ്ട്. ഈ സൈഡിൽ നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് കടൽ കാണാം. കടലിൻ്റെ തീരത്ത് അതിമനോഹരമായ ഒരു അമ്പലം. ഇവിടെ മുകളിൽ ഗണപതിയുടെ ഒരു ഇത് കണ്ടു. ഇതിനുള്ള മെയിനായിട്ട് ഗണപതി, വിഷ്ണു, ശിവൻ, പാർവതി ഇവരൊക്കെ രൂപങ്ങളാണ് കൂടുതലുള്ളത്. ബാക്കി ഹിന്ദു ദേവസ്ഥയിൽ ഉണ്ടാവും. എനിക്ക് കണ്ടിട്ട് പെട്ടെന്ന് മനസ്സിലാവുന്ന രൂപങ്ങൾ ഇതൊക്കെയാണ്.
ഇവിടെ മെയിനായിട്ട് പറഞ്ഞിട്ടില്ല, നേരത്തെ പറഞ്ഞത് നമ്മൾ ഈ 4 ടൈപ്പ് കൾച്ചർ, അതിൻ്റെ ഒരു ഫ്യൂഷൻ എന്ന് പറയാൻ വേണമെങ്കിൽ, കറക്റ്റ് പറയണമെങ്കിൽ. കാരണം അത് ഓരോ സൈഡിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തിട്ട്, കവാടത്തിനോട് നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് സെൻട്രലിലേക്ക് വരുമ്പോൾ അത് കൂടിച്ചേർന്ന രീതി, അതൊക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ലൈറ്റൊക്കെ ഉണ്ട്, ലൈറ്റൊക്കെ വെച്ചിട്ട് കറക്റ്റ് നമുക്ക് അതിൻ്റെ ആ ഒരു എഫക്റ്റ് നമുക്ക് പെട്ടെന്ന് കിട്ടും. അത്ര രസമായിട്ടാണ് ഇവിടെ ഇതൊക്കെ ചെയ്തു വെച്ചേക്കുന്നത്. ഇത്രയും നടന്നിട്ട് എനിക്ക് തോന്നിയൊരു ഡൗട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചില സെക്ഷനിലേക്ക് വരുമ്പോൾ മാത്രമാണ് ഇവരെ കൊട്ടും മുട്ടും കേൾക്കുന്നുള്ളൂ. നമ്മുടെ ഈ ആശാരിമാരുടെ സ്വഭാവം പറയണ്ടല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഉള്ളിൽ ഈ ടൂറിസ്റ്റുകളെ അട്രാക്ഷൻ ചെയ്യാൻ വേണ്ടി മാത്രം കൊട്ടും മുട്ടിയിട്ട് ആൾക്കാർ ഇരിക്കുന്നുണ്ടോ എന്നുള്ളൊരു ഡൗട്ട് എനിക്കുന്നുണ്ട്. കാരണം നമ്മൾ ആ ഏരിയയിൽ നിന്ന് മാറി കഴിഞ്ഞാൽ അവിടെ കൊട്ടും മുട്ടൊക്കെ നിൽക്കും. അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് 2025 തീരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ നടന്നങ്ങനെ ഒരു അടുത്തൊരു ഗേറ്റിലേക്ക് എത്തി. ഇവിടെ ശിവനും പാർവതിയുടെ ഒരു വണ്ടൻ സ്റ്റാച്ചു ഇരിക്കുന്നുണ്ട്. ഇതും ഫുള്ള് വുഡാണ്, വർക്കാണ്, വുഡിൻ്റെ വർക്കാണ് കൂടി. അപ്പോൾ ഇവിടെ ഒരു പുറത്തേക്ക് ഇതാണ് ഈ ഗേറ്റിൻ്റെ അവസാനം. ഇവിടുന്ന് പിന്നെ താഴത്തേക്ക് സ്റ്റെപ്പാണ്. ഇവിടെ കണ്ടില്ലേ, ഫുള്ള് നമ്മുടെ ഹിന്ദു കൾച്ചറിലാണ് ഈ സൈഡ് ഫുള്ള്. ശിവനും പാർവതി അതിൻ്റെ മുമ്പിൽ നിന്ന് കാണിച്ചിട്ടോ, മുമ്പിൽ നിന്ന് കാണാൻ നല്ല രസമാണ്. കണ്ടോ, ഇത്രയും വലിപ്പമുണ്ട്. ഇത് വെറും മരം കൊണ്ട് മാത്രമാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ രസം. ഈ ശിവനും പാർവതിയുടെ ബാക്കിലൊരു ഫോട്ടോ കണ്ടോ, ഒരു ഹസ്ബൻഡ് വൈഫാണ്. ഇവരാണ് ഈ വർക്ക്, ഈ ടെമ്പിൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. രണ്ടുപേരുടെ ഫോട്ടോ ഇവിടെ ഉണ്ട്. ഇവർ രണ്ടുപേരും കൂടിയിട്ടാണ് ഈ ടെമ്പിൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ. ഇതൊക്കെയാണ് ക്വാളിറ്റി ഓഫ് വർക്ക് എന്ന് പറയുന്നത്. ഉണ്ടോ, എത്ര രസമായിട്ടാണ് ആ സാധനം ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് നോക്കി. അത് വുഡിൽ. അപ്പോൾ നമ്മുടെ ഗൈഡിൻ്റെ പരിപാടി കഴിഞ്ഞു. നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ഇതിൻ്റെ ചുറ്റും ഒന്ന് റൗണ്ട് നടക്കാം. അപ്പോൾ ഇതെങ്ങനെയുണ്ട്, ഇതിൻ്റെ എല്ലാ വശം നമുക്കൊന്ന് കണ്ടിട്ട് വരാം. കൂടെ ഇതിൻ്റെ ഭംഗി നിങ്ങളും കൂടി ആസ്വദിക്കും.
ഈ അമ്പലം ഫുള്ള് റൗണ്ട് അടിച്ച് വരണമെങ്കിൽ നമ്മൾ സാധാരണ നടക്കുമ്പോൾ നടക്കണമെങ്കിൽ 15 മിനിറ്റ് വേണം. ഞാനതിപ്പോൾ രണ്ടാമത്തെ റൗണ്ട് നടക്കുകയാണ്. ആദ്യം കുറച്ച് അടുത്തിന് വീഡിയോ എടുത്തു, പിന്നെ അത് ഫുള്ളായിട്ട് കാണണം വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിങ്ങനെ നടക്കുകയാണ്. അങ്ങനെ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. നമ്മൾ തിരിച്ച് കയറി നമ്മുടെ ഹെൽമെറ്റ് സാധനങ്ങളൊക്കെ തിരിച്ചു കൊടുത്തു. അപ്പോൾ നമ്മൾ ആദ്യം വന്ന പോയിന്റിലേക്ക് തന്നെ എത്തി. ഇത് കഴിഞ്ഞ് ഇനി വീണ്ടും നമ്മൾ ഇറങ്ങിയ സ്റ്റെപ്പുകൾ തിരിച്ച് കയറണം. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായി അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് കാണാം. അപ്പോൾ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. അപ്പോൾ അടുത്തൊരു എപ്പിസോഡ് കാണുന്നവരേക്കും ബൈ.